ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇതിനായിട്ട് 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 300 ഗ്രാമാണുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇതുപോലെ. ഇത് 1 കപ്പ് അളവാണുള്ളത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ നമ്മളിപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. നന്നായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവട്ടെ. ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഒട്ടും കട്ടയില്ലാതെ എളുപ്പത്തിൽ കിട്ടാനായിട്ട് ഞാനിത് മിക്സിയിലൊന്ന് കറക്കി എടുത്തുവെന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തോളൂ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/4 കപ്പ് കോൺഫ്ലോർ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒരുമിച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ നല്ലത് കുറേശ്ശെ പൊടിയിട്ട് കൊടുത്തിട്ട് കുഴച്ചെടുക്കണതാണ്. ഇത് ഒരുപാട് കട്ടിയായിട്ടല്ല കേട്ടോ കുഴച്ചിട്ടെടുക്കേണ്ടത്. ചെറിയൊരു നനവോടെ തന്നെയാണ് നമുക്കിത് കിട്ടേണ്ടത്. നല്ലോണം കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പാക്കി എടുക്കാനായിട്ടൊക്കെ നല്ല പാടായിരിക്കും. നിങ്ങളിത് കുഴച്ചെടുത്ത് വരണ സമയത്ത് ഈ മാവ് ഒത്തിരി കട്ടിയായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ ഇതിലേക്ക് 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതിയേ. ഇനി ഇത് ഷേപ്പാക്കി എടുക്കാനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിന് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത് വെള്ളത്തിലിട്ടാണ്. അതിനായിട്ട് ഒരു പാനിൽ വെള്ളം എടുത്ത ശേഷം ഈ വെള്ളമൊക്കെ ചൂടായി വരുമ്പം ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ഇങ്ങനെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് തയ്യാറാക്കണ കൊണ്ട് തന്നെ കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്കിത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം തണുപ്പുള്ള വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലേ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്കുള്ള വേറൊരു കുഞ്ഞ് മിക്സ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ സോയാ സോസും നമ്മുടെ പാകത്തിനുള്ള ഉപ്പും പിന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓണാക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണത്. ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളും പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ഇനി സോസൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം കൂടെ വേവിച്ചിട്ടെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പാകമായ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ ഈ ഒരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡ്. ഇതിന് കുറച്ച് മധുരവും എരിവും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അതുപോലെ ചൂയി ടെക്സ്ചറായിരിക്കും കേട്ടോ. ഈ ഒരു ചൂയി ടെക്സ്ചറിലുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതും നല്ലപോലെ ഇഷ്ടമാവും. വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു കൊറിയൻ സ്ട്രീറ്റ് ഫുഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്